സൂപ്പറാണ്. ഇന്ത്യക്കാരൻ കണ്ടിരിക്കേണ്ടതാണ്. എങ്ങനെയുണ്ട് ഒരുസല്ലേ? ഇത്രയും വർഷങ്ങൾ എടുത്ത് അല്ലേ? എത്ര വർഷങ്ങൾ കൊണ്ട് പണിതുണ്ടാക്കിയതാണിത്. അതും കരിങ്കല്ലിലല്ലേ? അതിന്റെ ടോപ്പൊക്കെ എങ്ങനെയാണ്? ഇതൊക്കെ ഒന്ന് സൂം ചെയ്ത് നോക്കുക. പോവാ, ഒരു രക്ഷയില്ല. എല്ലാവരും വരിക. താഴത്തേക്ക് ഇറങ്ങാം അല്ലേ? താഴത്തേക്ക് ഇറങ്ങി നോക്കട്ടെ. അവിടെയും കുറേയൊക്കെ കാണാനുണ്ട്. ഒരു രക്ഷയില്ല. എല്ലാവരും വന്ന് കാണണം. സൂപ്പറാണ്. ആ കാക്ക എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? പൈസയിലൊക്കെയാണ് ഇത് നമ്മളെ കൂടെ അല്ലേ? ഇതൊക്കെ എത്ര വർഷങ്ങളെടുത്ത് ഉണ്ടാക്കിയതായിരിക്കും അല്ലേ? എത്ര ആളുകളെ അത്രയും ഇതിൻ്റെയൊക്കെ കഥകൾ നമുക്കറിയില്ല. അപ്പോൾ പറ്റുന്നവരൊക്കെ വന്ന് കാണണം. അതേ നമുക്ക് പറയാനുള്ളൂ. ഇത് കാണാൻ മാത്രം ഉണ്ട്. നമ്മളെ നാടിൻ്റെ കൾച്ചർ. ഇതൊരു കൾച്ചർ മാത്രമല്ല, ഈ കല ഇതൊക്കെ ഒരു രഥമാണ്. അതാണ് ഒരു രഥം. എന്താ പറയാ അല്ലേ? ഞാൻ പഠിത്തന്നത് കാണും. അങ്ങനത്തെ ഒരു പ്ലാനിങ് നമുക്കില്ല. പക്ഷേ ഇങ്ങനെ ഒരു അവസരം വന്നു. ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഒരു 80 കിലോമീറ്റർ ഞങ്ങൾ നിൽക്കുന്നിടത്തു നിന്ന് ഇങ്ങോട്ടുണ്ട്. പക്ഷേ ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. എല്ലാവരും വന്ന് കണ്ടോളൂ ഗൈസ്. ആർക്കും നഷ്ടാവില്ല. സൂപ്പറാണ്. ഒരു രക്ഷയില്ല. സംഭവമാണ്. കാണാൻ മാത്രമുണ്ട്. അഭിപ്രായം പറയൂ. ഒരു ഇന്ത്യക്കാരൻ്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട കാര്യമല്ലത്. നമ്മളെ കൾച്ചർ, നമ്മളെ രാജ്യത്തിൻ്റെ കൾച്ചർ, അതിൻ്റെ വിശ്വാസങ്ങൾ, അതിലേക്ക് പിന്നെ യോജിപ്പിച്ചിട്ട് ഓരോ കല സൃഷ്ടിയാക്കി ഉണ്ടാക്കിയതാണിത്. ചരിത്രത്തിൻ്റെ ശേഷിപ്പ്. അതെ, കൊണാർക്ക് ടെമ്പിൾ. ഇവിടെ ഞങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടമായിരുന്നു അല്ലേ? ഇങ്ങനെ സാധനമൊക്കെ ഉഷാറല്ലേ? അടിപൊളിയായിട്ട് നമ്മൾ കണ്ടാലും മതിയാവില്ല. ആക്കാണ് ഇത് ചെയ്തിട്ടുള്ളത് അല്ലേ? ഇത് ഏത് വർഷത്തിൽ അവിടെ എഴുതി വെച്ചിട്ട് നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം അല്ലേ? എങ്ങനെയുണ്ട് നിങ്ങളെ അഭിപ്രായം പറയും? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ ഒന്ന് അല്ലേ? എങ്ങനെ കണ്ടതിന് ശേഷം നിങ്ങൾ അത്ഭുതപ്പെടുത്തിയ മൂന്നാമത് ഇത് അല്ലേ? കൊണാർക്ക് ടെമ്പിൾ എവിടെയാണ്? ഭുവനേശ്വർ, പുരിയോ? ഭുവനേശ്വർ, കൊണാർക്ക് തന്നെ. അതന്നെ. അപ്പം എന്തേലും ഒരു തൂണുമ അത് മിസ് വന്നിട്ട് അത് പിന്നെ വീണ്ടും അത് അതിനെ താങ്ങി നിർത്തിയതാണല്ലേ? അത് കോൺക്രീറ്റിൽ അതിൻ്റെ പൊട്ടിൽ എന്തോ ഇതുണ്ടായിട്ട് ഒരു ഇരുമ്പിൻ്റെ ഒരു ഫില്ലർ കൊടുത്തിട്ടുണ്ട്. അവിടെ മേലെ കയറാനുള്ള സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിലും ഉണ്ട് കുറേ കാണാൻ. ഇവിടെ ഒരു കുതിരപ്പുറത്ത് നിൽക്കുന്ന ഒരു 2 സംഭവങ്ങളുണ്ട്. ഓരോ ഭാഗത്ത് നോക്കുമ്പോൾ ഓരോ വ്യൂ ആണ് അല്ലേ? ഇവിടുന്ന് നോക്കുമ്പോൾ അതിൻ്റെ വേറൊരു ഭാഗമായിട്ട് നമുക്ക് കാണുന്നത് എന്താണ്? ക്ലൈംബിംഗ് ദ സ്ട്രക്ചർ ബിയോണ്ട് ദിസ് പോയിന്റ് ഈസ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്. കേട്ടോ,
അവിടെ ഇവിടെ എന്തോ പൊട്ടിച്ചാടിയതാണെന്ന് പറഞ്ഞു കണ്ട. പൊട്ടിച്ചാടിയതല്ല, മിന്നൽ ദക്ഷണചാലകമാണ്. അത് മേലെ അല്ലേ? ആ അതാണ്. ആ അത് ഇത് ചെമ്പ് കേട്ടോ, ചെമ്പിലുണ്ടാക്കിയതാണേ. ഇത് ഒറിജിനൽ ചെമ്പാണ് തോന്നുന്നത്. പിച്ചള പിച്ചള. അവരെ എക്സ്പീരിയൻസ് ചെയ്യാം. ഇത് അതിൻ്റെയൊക്കെ ഒരു പകുതി പൊട്ടിയത് കണ്ടോ? ചെറിയ ചെറിയ പിന്നെ അത് ഇംഗ്ലീഷുകാരാണോ? അല്ലേ, അവർക്ക് ഗൈഡ് പറഞ്ഞു കൊടുക്കല്ലേ. എന്നാൽ അവർ ഒന്ന് ചോദിച്ച് മനസ്സിലായിക്കോട്ടെ. But the old man is very clever, like the bigger man. Old man said, they're not loving me, they're loving me, and he said, all women looking me. Money is the beautiful life today during 800 years, but money always the honey. No money, no honey. I'm loving this tour. Mobile phone. She's waiting for her husband. Waiting. What is getting more later? She's waiting for her husband. जब लेट होता ना तो चीज क्या होती है? कलिंगा लोग चलते बिजनेस करने के लिए जाता है, सुमित्रा मालदीव मैदान ये सब चल रहा था ट्रेड करने के लिए. जब आने का वापस आकर लेट होता था तो पुलिस से हम जब आते उनको याद करते हैं. हेलो 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 പക്ഷെ നമ്മൾ അന്ന് പഠിക്കുന്ന കാലത്ത് നമുക്ക് തോന്നിയില്ല. പറഞ്ഞുതരല്ലേ ചരിത്രം. ആ ഈ ചിത്രങ്ങളിലൊക്കെ ചരിത്രമുണ്ട്. അതാണ് അത് എന്താ അതൊക്കെ സീനുകൾ ശരിക്കും അതിന്മേൽ എഴുത്ത് പോയി നോക്കുമ്പോഴേ അതിൻ്റെ അർത്ഥം അറിയണവർക്ക് അറിയും. എല്ലാ രീതിയിലും ഇല്ലേ ഒരു വിദ്യാഭ്യാസം കൂടി അതിൽ കൊടുക്കുന്നുണ്ട് പോലെ.